ബാക്ക് ടു അവർ ചാനൽ. ഇഗ്നോയുടെ ഹോൾ ടിക്കറ്റ് വന്നിട്ട് കുറച്ചധികം ദിവസമായി. പല ആൾക്കാരും ഹോൾ ടിക്കറ്റ് വന്നത് ഇതുവരെ ആയിട്ടും അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എത്രത്തോളം വർക്കാവുമെന്ന് അറിയില്ല. കാരണം ചില ഇടത്ത്, അതായത് വാട്സപ്പിലൊന്നും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ലിങ്ക് വർക്കാവുന്നില്ല. അപ്പം നോർമലി അവിടെ നിങ്ങൾ കോപ്പി ചെയ്തിട്ട് ഡയറക്റ്റ്ലി ഗൂഗിളിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഈ സെയിം ലിങ്ക് ഞാൻ ടെലിഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാമിൽ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടെലിഗ്രാമിൽ കൊടുക്കുന്നുണ്ട്. ടെലിഗ്രാമിൽ ലിങ്കൊക്കെ ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. അതിനകത്ത് കയറുക. അപ്പോൾ ഒരു സ്പേസ് വരും. അവിടെ നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് അവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് വരുന്നതായിരിക്കും. ഹോൾ ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. പിന്നെ അതിന് താഴെയായിട്ട് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റിനാണ് അപ്ലൈ ചെയ്തേക്കുന്നത് അതിൻ്റെ ഡേറ്റും സമയമൊക്കെ കാണിക്കും. പിന്നെ ഇൻസ്ട്രക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളിത് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ആ താഴെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒന്നും പ്രിൻ്റ് എടുക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസും സമയവും ഡേറ്റൊക്കെ വരുന്ന ആ ഒരു പോർഷൻ വരെ മാത്രം പ്രിൻ്റ് എടുത്താൽ മതി. അപ്പോൾ ഇത് പല ആൾക്കാർക്കും ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഈ ഹോൾ ടിക്കറ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും താഴെ, അതിന് താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷനുണ്ട്. ആ പ്രിൻ്റ് എന്ന ഓപ്ഷനിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് അക്ഷയയിലോ കഫേയിലോ പോയിട്ട് നിങ്ങളുടെ ഡേറ്റ് വരെയുള്ള ഭാഗം മാത്രം പ്രിൻ്റ് എടുത്താൽ മതി. ഇൻസ്ട്രക്ഷൻസ് ഒന്നും പ്രിൻ്റ് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. പ്രിൻ്റ് നിങ്ങൾക്ക് കളർ കോപ്പി എടുക്കാം, അല്ലെങ്കിൽ നോർമൽ എന്താ പറയുക ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം. അതൊന്നും യാതൊരു പ്രശ്നവുമില്ല. പിന്നെ പറയാനുള്ളൊരു കാര്യം, പല ആൾക്കാരുടെയും കൊടുത്ത എക്സാം സെൻറ്റർ മാറിയിട്ടുണ്ട്. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇഗ്നോളജിൻ്റെ അടുത്തേക്ക് അപ്ലൈ ചെയ്യാൻ വരുമ്പോഴേ നമ്മൾ പറയുന്നതാണ്, നമ്മൾ കൊടുക്കുന്ന സെൻറ്റർ ടെൻറ്റേറ്റീവ് സെൻറ്ററാണ്. അതായത് നമുക്ക് പ്രിഫറൻസ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇൻസ്ട്രക്ഷൻസിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു സെൻറ്റർ മാറ്റാനുള്ള റൈറ്റ് ഇഗ്നോയ്ക്ക് ഉണ്ട് എന്നുള്ളത്. പിന്നെ പറയുന്നുണ്ട് ഫസ്റ്റ് ബേസിസിലാണ് ഇത് അലോട്ട് ചെയ്യുന്നതെന്നുള്ളത്. അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു സെൻറ്ററിൽ നിങ്ങൾ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ലിമിറ്റഡ് സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് പേർക്ക് മാത്രം അവിടെ കൊടുക്കും, ബാക്കിയുള്ള ആൾക്കാർക്ക് വേറെ സെൻറ്ററിൽ കൊടുക്കും. അത് എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും കൊടുത്ത സെൻറ്ററിൽ കിട്ടണമെന്ന് യാതൊരു നിർബന്ധമില്ല. പക്ഷേ കൂടുതൽ പേർക്കും കൊടുത്ത സെൻറ്റർ തന്നെയാണ് കിട്ടാറുള്ളത്. പക്ഷേ ചില ആൾക്കാർക്ക് മാറാറുണ്ട്. ഈ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് തൊട്ടടുത്ത് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ചില ആൾക്കാർക്ക് നല്ലോണം ലോങ് പോകാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാം സെൻറ്റർ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇഗ്നോയിൽ നിലവിൽ ഇല്ല. പിന്നെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീജിയണൽ സെൻറ്ററിലോട്ട് മെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ നേരിട്ട് പോയിട്ടോ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടോ ചോദിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് നമുക്ക് എന്തായാലും ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും ലോങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റീജിയണൽ സെൻറ്ററിലോട്ട് മെയിൽ അയക്കുക, അല്ലെങ്കിൽ നേരിട്ട് പോവുക കേട്ടോ. ഓൺലൈനായിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നിങ്ങൾ ഒരിക്കലും എക്സാമിന് അപ്ലൈ ചെയ്തേക്കുന്ന ആ ഒരു സെൻറ്റർ വെച്ചിട്ട് ആലോചിച്ചിരിക്കരുത്. എവിടെയാണോ നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ സെൻറ്റർ കാണിച്ചിട്ടുള്ളത് ആ സെൻറ്ററിൽ പോയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതേണ്ടത്. ഓക്കെ. പിന്നെ വേറെ കുറച്ച് ആൾക്കാർക്ക് ഹോൾ ടിക്കറ്റിനകത്ത് ഫോട്ടോ ഇല്ല എന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. പ്രത്യേകിച്ച് പുതിയ അഡ്മിഷനുള്ള സ്റ്റുഡൻസ്, അതായത് ഇപ്പോൾ എനിക്ക് തോന്നുന്നു 2022, 23, 24 സ്റ്റുഡൻസിനാണ് ഈ ഫോട്ടോ ഇല്ലാത്ത ഇഷ്യൂ വരുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക, ആ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ആക്കി പ്രിൻ്റ് എടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു ഫോട്ടോ അവിടെ ഒട്ടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സൈൻ ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ സൈൻ തന്നെ മതി, വേറെ അറ്റസ്റ്റ് ചെയ്യാനൊന്നും പോവണ്ട. നിങ്ങളുടെ ഫോട്ടോ നിർബന്ധമായിട്ടും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അത്രമാത്രം ചെയ്താൽ മതി. ഫോട്ടോ ഉള്ളവരാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മിക്കവാറും പഴയ സ്റ്റുഡൻസ് 2017, 18, 19, 20 സ്റ്റുഡൻസിന് ഫോട്ടോ അവിടെ വരുന്നുണ്ട്. പുതിയ സ്റ്റുഡൻസിനാണ് അവിടെ ഫോട്ടോ വരാത്തത്. അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ അങ്ങനെ ഫോട്ടോ ഒട്ടിച്ചിട്ട് നിങ്ങൾ അതിൻ്റെ മുകളിൽ ഒന്ന് സൈൻ ഇട്ടാൽ മതി. ഓക്കെ, വേറെ ഒന്നും ചെയ്യണ്ട. ഇതാണ് എനിക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയാനുള്ളത്.